പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് അനുഗ്രഹവും സമൃദ്ധിയും. അതിൻ്റെ 3 സെക്ഷൻ നമ്മൾ ചിന്തിച്ചു. ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കിങ്ഡം പ്രിൻസിപ്പിൾസ്, ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ്. എങ്ങനെയാണ് ദൈവരാജ്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രോവേർബ്സ് സദൃശവാക്യം 13-ന്റെ 10-ഉം 11-ഉം നമ്മൾ വായിച്ചു. അതൊന്നും കൂടെ ഒന്ന് വായിച്ചേക്കാം. അനുഗ്രഹത്തെക്കുറിച്ച് തടസ്സമായി നിൽക്കുന്നതിനെ നമ്മളെപ്പോഴും സൂക്ഷിക്കണം. വായിച്ചോ. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവന് വർദ്ധിച്ചു വരും. ഓക്കെ, അപ്പോൾ അന്യായമായി നമ്മുടെ ലൈഫിൽ ഒരു അന്യായം, ഡിസ്ഹോണസ്റ്റ് എന്നുള്ളൊരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ട് നടക്കാൻ നോക്കിയാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണ്. താങ്ക് യു ലോർഡ്. ഹോണസ്റ്റി, അന്യായമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്ക് യു ലോർഡ്, ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. നീ അതിൽ നിന്ന് എങ്ങനെ നിന്നെ തന്നെ വിടുവിക്കണം, മാറി നിൽക്കണം എന്ന് തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നീയായിട്ട് ചെയ്യുന്നതും അന്യായം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുന്നതും ഒഴിവാക്കുക. താങ്ക് യു ലോർഡ്. അത് അനുഗ്രഹത്തിന് തടസ്സമാണ്. താങ്ക് യു ലോർഡ്. ഈ ആവശ്യമില്ലാണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം യൂട്യൂബിലാണേലും ദൈവത്തിൻ്റെ പ്രവർത്തിക്കെതിരെ അല്ലെങ്കിൽ ദൈവദാസന്മാർക്കെതിരെ. താങ്ക് യു ലോർഡ്. നമ്മൾ തിരിച്ചറിയണം പ്രിയരെ, നമ്മളിത് കേൾക്കുമ്പോൾ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ അനുഗ്രഹത്തിന് തടസ്സം ആണോ എൻ്റെ ചെവിയിൽ ഈ ചവറ് ഞാൻ കയറ്റിയ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് ഈ ചവറ് കയറ്റിയ, താങ്ക് യു ലോർഡ്, പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ചെവി വഴി വരുമോ? പിന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, എൻ്റെ ആറ്റിറ്റ്യൂഡ്, എൻ്റെ ചിന്തയിൽ, എൻ്റെ സംസാരത്തിൽ ദൈവത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ വരുമോ? അതിന് തടസ്സമാണോ? എങ്കിൽ എനിക്ക് വേണ്ട. ഹല്ലേലൂയ. കർത്താവിനെ പ്രതി നമുക്ക് തീരുമാനിക്കാൻ സാധിച്ചാൽ, പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ പറയും, നോളജ്, അറിവിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്ത് സംഭവിക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? പണ്ട് ഇങ്ങനെ ഒരു അറിവിന് വേണ്ടിയിട്ട് പോയതാണ് നമ്മുടെ അമ്മച്ചി. അറിയണ്ടേ നമ്മൾ? നോളജ്, അറിവ് കിട്ടിയ കുഴപ്പം വല്ലതും ഉണ്ടോ? കർത്താവ് വേണ്ട എന്ന് പറഞ്ഞ സാധനം അറിവല്ലേ, അറിവിൽ ഒക്കെ അല്ലേ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കർത്താവ് നമുക്ക് ആവശ്യമുള്ള അറിവ് കർത്താവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും പ്രിയരെ. താങ്ക് യു ലോർഡ്. നമുക്ക് ആവശ്യമുള്ളത് കർത്താവ് നമ്മുടെ മുൻപിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ കർത്താവ് ലീഡ് ചെയ്യും അതിലോട്ട്. താങ്ക് യു ലോർഡ്. നമ്മൾ തേടി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഓക്കെ, നമ്മൾ തുടർന്ന് ചിന്തിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ബുദ്ധിപരമായിട്ട് എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം നമ്മുടെ ജീവിതത്തിൽ. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ വിസ്ഡം അങ്ങനെയാ. നമുക്ക് എന്ത് ചെയ്യണമെന്ന് കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ വിസ്ഡമാണ്. തീയിൽ കൊണ്ട് കൈവെക്കരുതെന്ന് പൊള്ളി കഴിയുമ്പോൾ പഠിച്ച്, ഇനി എപ്പോഴും കൊണ്ട് പൊള്ളിയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? താങ്ക് യു ലോർഡ്. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തീയിൽ കൊണ്ടുപോയി കൈവെക്കരുത്. ഹല്ലേലൂയ. ഇനി ഇത്തിരിയും കൂടെ ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? വേറൊരാൾക്ക് പൊള്ളി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട, കൊണ്ട് പൊള്ളിക്കണ്ട. ഹല്ലേലൂയ. അവൻ്റെ മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ പഠിച്ചാൽ മതി. താങ്ക് യു ലോർഡ്. ഇനി നല്ലൊരു കാര്യം കണ്ടു, ദൈവം കാണിച്ചതാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കണം?
വാട്ട് ഷുഡ് ഐ ലേൺ? ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതാ. സദൃശവാക്യം 3:13-18 വരെയുള്ള ഭാഗത്താണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അതിൽ പോകുന്നില്ല, പറഞ്ഞു പോവുക. പിന്നെ കെയർഫുൾ ആൻഡ് റെസ്പോൺസിബിൾ, അടുത്ത പോയിന്റ്. നമ്മൾ എന്തായിരിക്കണം ലൈഫിൽ, തീരുമാനങ്ങളിൽ കെയർഫുൾ ആയിരിക്കണം. ഒരു ദീർഘവീക്ഷണം വേണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ, നമ്മൾ കൈയിടുന്ന കാര്യത്തിൽ, മറ്റുള്ളവരോട് ഇടപെടുന്ന കാര്യത്തിൽ വിസ്ഡം, ദീർഘവീക്ഷണം വേണം, കെയർ വേണം, റെസ്പോൺസിബിലിറ്റി വേണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ചിന്തിച്ചത്, നമുക്ക് ആടുമാടിനെ തന്നിട്ടുണ്ടെങ്കിൽ, കൃഷി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സീസണിൽ എന്താ ചെയ്യേണ്ടത്? താങ്ക് യു ലോർഡ്. ഇതിനെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? താങ്ക് യു ലോർഡ്. അത് നമ്മുടെ തലയിൽ കൂടെ പോകണം. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ. താങ്ക് യു ലോർഡ്. ദാവീദ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇടയനായിരുന്നു. അതുകൊണ്ട് ദാവീദ് പറയുക, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കും. ഹല്ലേലൂയ. ദാവീദിൻ്റെ ആറ്റിറ്റ്യൂഡാ, എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കും. പക്ഷേ ദാവീദ് മനസ്സിലാക്കുന്നത് ആ റെസ്പോൺസിബിലിറ്റിന്നും, എൻ്റെ ഇടയൻ, ദാവീദിൻ്റെ ഇടയൻ യഹോവ, തൻ്റെ ആട് ഞാൻ, എനിക്ക് വേണ്ടി ജീവൻ കൊടുക്കും. ഹല്ലേലൂയ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള ദാവീദിന് ദൈവത്തെക്കുറിച്ച് മനസ്സിലായി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത് വേണം പ്രിയരെ. വായിക്കേണ്ട ഒരു ഭാഗം 1 തിമോത്തി 5:8. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞു അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇഫ് എനിവൺ ഡസ് നോട്ട് പ്രൊവൈഡ് for his own, especially for those who are of his household, he has denied the faith. വിശ്വാസത്തെ തള്ളിക്കളഞ്ഞവന് തുല്യമാണ്. നീ വേഴ്സർ ദാൻ ആൻ അൺബിലീവർ. ഒരു അവിശ്വാസിയേക്കാൾ അധമനാണ്. താങ്ക് യു ലോർഡ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? നമ്മുടെ കുടുംബത്തിന് വേണ്ടി കരുതണം. ഹല്ലേലൂയ. റെസ്പോൺസിബിൾ. താങ്ക് യു ലോർഡ്. ഒരപ്പൻ എന്തായിരിക്കണം? റെസ്പോൺസിബിൾ. അമ്മ എന്തായിരിക്കണം? റെസ്പോൺസിബിൾ. മക്കൾ എന്തായിരിക്കണം? റെസ്പോൺസിബിൾ. ഏത് കാര്യത്തിൽ? ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ. ഹല്ലേലൂയ. അപ്പൻ്റെ കാര്യത്തിൽ മക്കളല്ല റെസ്പോൺസിബിൾ. മക്കൾ ചെയ്യേണ്ട കാര്യത്തിൽ അപ്പനല്ല റെസ്പോൺസിബിൾ. അവരവരുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹെൽപ്പ് അതേഴ്സ്. എബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം എബ്രഹാമിനെ അനുഗ്രഹിക്കാനായിട്ട് എബ്രഹാമിനെ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയൂ? എബ്രഹാം തൻ്റെ തലമുറകളെ എന്തു ചെയ്യും? ഇൻസ്ട്രക്റ്റ് ചെയ്യും, നേരെ വഴി നടത്തും. ഹല്ലേലൂയ. എബ്രഹാം എൻ്റെ മുമ്പിൽ നേരെ നിൽക്കും എന്ന് മാത്രമല്ല, ഹല്ലേലൂയ, നമ്മൾ അങ്ങനെയാ പ്രിയരെ. നമ്മുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞിട്ടും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അടുത്ത തലമുറയോടൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സഭയോട്, കൂട്ടുവിശ്വാസികളോട്, എല്ലാ മേഖലയിലും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പിന്നെ നമ്മൾ നോക്കിയ ഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 30 വരെയുള്ള വാക്യം. അവിടെ കണ്ടത് പാരബിൾ ഓഫ് ദ ടാലൻസ് ആണ്. താലന്തുകളെ സെർവൻസിനെ വിളിച്ച് ഏൽപ്പിച്ച ഭാഗമാണ് കാണുന്നത്. അവിടെ നമ്മൾ കണ്ടത് ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ്. താങ്ക് യു ലോർഡ്. നല്ലത് ചെയ്തു. എങ്ങനെയായി നല്ലത് ചെയ്തു എന്ന് പറഞ്ഞത്? ദൈവം തന്നതിന് വിശ്വസ്തത കാണിച്ചു. ഹല്ലേലൂയ. തന്നതിനോട് വിശ്വസ്തത കാണിച്ചത് ദൈവം കാണുന്നത് നല്ലവനായിട്ടാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇനി അവിടെ തന്നെ നമ്മൾ കണ്ടു, ദൂരദേശത്തേക്ക് പോകുന്ന യജമാനൻ തിരിച്ചു വരുമ്പോൾ പറയുന്നത്, നിനക്ക് തന്നത് അല്പമാ, കുറേയൊന്നും നിനക്ക് തന്നില്ല.
ഹല്ലേലൂയ. അല്പം തന്നതാ. അല്പത്തിൽ വിശ്വസ്തൻ അധികത്തിൽ വിചാരകനാക്കും. ഹല്ലേലൂയ. പ്ലാൻ എന്താ? ഇതിലുള്ള വിശ്വസ്തത കണ്ടിട്ട് വേണം നിന്നെ വൻ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വൻ കാര്യങ്ങൾ കിട്ടിയ ഏക്കാൻ തയ്യാറാണോ? അപ്പോൾ ചില ആൾക്കാർ പറയും, വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യും. ഇതൊക്കെ ചെറിയ കാര്യം. ഹല്ലേലൂയ. കർത്താവ് ഈ ചെറിയ കാര്യത്തെയാണ് നോക്കുന്നത്. ഹല്ലേലൂയ. ഇതിലുള്ള വിശ്വസ്തതയാണ് നോക്കുന്നത്. താങ്ക് യു ലോർഡ്. ഒന്നാം ക്ലാസ് ഒന്നും ഞാൻ പഠിക്കുന്നില്ല. 10ാം ക്ലാസ് വേണമെങ്കിൽ പഠിക്കാം. ഹല്ലേലൂയ. അങ്ങനെ നടക്കുമോ? അങ്ങനെ ഒരു കൊച്ചു പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് ഞാൻ നന്നായി പഠിച്ചോളാം, 1ാം ക്ലാസ് 2, 3, 4, 5, 6 നോ. താങ്ക് യു ലോർഡ്. 1ാം ക്ലാസ്സിൽ റാങ്ക് ഹോൾഡർ ആണെങ്കിൽ 10ൽ വരുമ്പോൾ നാച്ചുറലാ. ഹല്ലേലൂയ. ഈ റാങ്ക് വാങ്ങിക്കുന്നവൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചാടി റാങ്ക് വാങ്ങിക്കുന്നതല്ല, നമുക്കറിയാം. അവനൊരു ആറ്റിറ്റ്യൂഡുണ്ട്, ഒരു അപ്രോച്ചുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു ചിന്തയുണ്ട്, ഒരു ശീലങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇതിൻ്റെ റിസൾട്ടാ നമ്മളൊരൊറ്റ കാര്യം, റാങ്ക് കിട്ടി. ഇതിൻ്റെ ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു റിസൾട്ടാ നമ്മൾ നന്മ എന്ന് പറയുന്നത്. താങ്ക് യു ലോർഡ്. പക്ഷെ അത് ഉണ്ടായത് എങ്ങനെയാ? ജീവിതത്തിലൊരു ശീലത്തിൽ നിന്നാ, ചില തീരുമാനങ്ങളിൽ നിന്നാ, ചില ഡിറ്റർമിൻഡ് ആയിട്ടുള്ള രീതികൾ, പാറ്റേൺസ് ഫോളോ ചെയ്തിട്ടാ, ബുദ്ധി ഉപയോഗിച്ചിട്ടാ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഒരു ആണി അടിക്കാൻ വേണ്ടി ഹാമർ എടുത്ത് ആണിയേലടിക്കൂല, ചുറ്റിനും അടിക്കും. ആണി കയറുമോ? ആണിയേലടിച്ചാൽ ആണി കയറും. താങ്ക് യു ലോർഡ്. പ്രിയരെ, ബുദ്ധി ഉപയോഗിക്കണം. താങ്ക് യു ലോർഡ്. പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കണം. താങ്ക് യു ലോർഡ്. പിറ്റേ ദിവസം മാത്സ് പരീക്ഷ, ഇംഗ്ലീഷ് ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക, നടക്കുമോ? ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ബുദ്ധി ഉപയോഗിക്കണം. താങ്ക് യു ലോർഡ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്, ദൈവം നമുക്ക് ബേസിക്കായിട്ടുള്ള ബുദ്ധി തന്നിട്ടുണ്ട്, ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, സൃഷ്ടിയിലെ ദൈവം തന്നിട്ടുണ്ട്. താങ്ക് യു ലോർഡ്. ആ അടിസ്ഥാനങ്ങൾ ഇനിയും പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അത് വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരേപോലെ അറിയാം. താങ്ക് യു ലോർഡ്. ഇനി നമ്മൾ അടുത്ത ഒരു പോയിന്റിലോട്ട് പോകുന്നത് സദൃശവാക്യം 3-ാം അധ്യായം 9-10 വാക്യം. ഹോണറിങ് ഗോഡ്. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. താങ്ക് യു ലോർഡ്. അനുഗ്രഹത്തിന് ഒരടിസ്ഥാനം യഹോവയെ ബഹുമാനിക്കുക. എങ്ങനെ ബഹുമാനിക്കണം? നിന്നെ ഏൽപ്പിക്കുന്നതിലെല്ലാം താങ്ക് യു ലോർഡ് യഹോവയ്ക്ക് ബഹുമാനം. യഹോവയ്ക്ക് ബഹുമാനം എവിടെയാണ് ഉണ്ടാകേണ്ടത്? നിൻ്റെ ഹൃദയത്തിലുണ്ടാകണം, നിൻ്റെ പ്രവൃത്തിയിലുണ്ടാകണം, നിൻ്റെ ഇടപെടലുകളിലുണ്ടാകണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആ വാക്യം ഒന്നും കൂടെ നിർത്തി വായിക്കാം. യഹോവയെ നിന്റെ ധനം കൊണ്ടും. യഹോവയെ ഇവിടെ പറയുന്നത് യഹോവയെ നിന്റെ ധനം കൊണ്ട് ബഹുമാനിക്കണം. വായിച്ചോ. എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. വിളവ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇനി അതിലോട്ട് വരുമ്പോഴേക്കും മനസ്സിലാവും. നമ്മൾ ആ നേരത്തെ അനുഗ്രഹങ്ങൾ വായിച്ചപ്പോൾ കൊട്ട, തൊട്ടി, ഇതൊക്കെ ആരുടെയാ? യഹോവയുടെ അല്ല, നമ്മുടെയാ. അതിൻ്റെ ഉള്ളിലുള്ള സാധനം യഹോവയുടെയാ. താങ്ക് യു ലോ. അതായത് ഭൂമി നമ്മുടെയാ, ചെടി നമ്മൾ നട്ടുപിടിപ്പിച്ചു, ചെടി ആരുടെയാ? നമ്മുടെയാ. പക്ഷേ അതിൽ കായുണ്ടാകുന്ന ആരുടെയാ? അത് യഹോവയുടെയാ. ഹല്ലേലൂയ. ഫ്രൂട്ട് യഹോവയുടെയാ. നമുക്കുണ്ടാക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ സയൻസ് ഇത്രയും വളർന്നു, പടർന്ന് പന്തലിച്ച് ആകാശത്ത് പോയി, മൂണിൽ പോയി, ഇതെല്ലാം ചെയ്തു. ആൾക്കാർ സയൻസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാർ, സയൻസ് എത്രയോ വളർന്നു എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യം, ഓക്കെ ശരി സമ്മതിച്ച്, ഈ ചെടി, നമ്മളൊരു ആപ്പിൾ ട്രീ, ഒരു
മാംഗോ ട്രീ എടുത്താൽ, ഒരു മാവ് എടുത്തു കഴിഞ്ഞാൽ ഈ മാവ് മാങ്ങ ഉണ്ടാക്കുന്ന എവിടെ നിന്നാ? മണ്ണിൽ നിന്നല്ലേ? മാവ് മണ്ണിൽ നിന്ന് മാങ്ങ തരും. സയൻസ് ഇത്രയൊക്കെ വളർന്നില്ലേ? ഈ മണ്ണിൽ നിന്ന് എനിക്കൊരു മാങ്ങതാ. ഒരു മാവിൻ്റെ വിവരം പോലും മനുഷ്യനായിട്ടില്ല. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. എന്നിട്ടാണോ സൃഷ്ടാവിനെ കുറിച്ച് പറയുന്നത്? താങ്ക് യു ലോർഡ്, നീ മണ്ണിൽ നിന്ന് എനിക്കൊരു മാങ്ങ എടുത്തതാ, എന്നിട്ട് പറ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഓക്കെ, വായിച്ചോ. എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. ഓക്കെ, ഈ ആദ്യഫലം ദൈവത്തിൻ്റെതാണ് എന്ന് നമുക്ക് ഫസ്റ്റ് ബോധ്യം വേണം. താങ്ക് യു ലോർഡ്. ആ ബോധ്യത്തിൽ, ആ ചിന്തയിൽ തന്നെ ബഹുമാനം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ബഹുമാനത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? നന്ദി പറയുക. ഹല്ലേലൂയ. ഫലം കാണുമ്പോൾ താങ്ക് യു ലോർഡ്, അത് ബഹുമാനമാണ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. പ്രിയരെ, നമ്മളിത് കൾട്ടിവേറ്റ് ചെയ്യണം, നമ്മളിത് തിരിച്ചറിയണം. ദൈവത്തെ അറിയാൻ പാടില്ലാത്ത ജനത്തെ പോലെയല്ല, നമ്മളിത് തിരിച്ചറിയണം. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണ് മാറുമ്പോൾ, നമ്മുടെ നോട്ടം ഇംപ്രൂവ് ചെയ്യുമ്പോൾ, നമ്മുടെ ചിന്ത റൈറ്റ് ട്രാക്കിലോട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇനി 10-ാം വാക്യം. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. ഹല്ലേലൂയ. നിന്റെ കളപ്പുരകൾ നിറയും എന്നാണോ പറഞ്ഞത്? പ്രിയരെ, നമ്മൾ മനസ്സിലാക്കും, ബൈബിളിൽ ഡിസ്ക്രിപ്ഷൻസ്, എക്സ്പ്ലനേഷൻ ഉണ്ട്. കളപ്പുരകളെ എന്തെങ്കിലും കൊണ്ട് എങ്ങനെയെങ്കിലും നിറയ്ക്കുന്ന കേസല്ല, സമൃദ്ധിയായി നിറയും. ദൈവം ചെയ്യുന്നത് അങ്ങനെയാ. വെറുതെ ഒരു ആക്ടിൻ്റെ കൂടെ ഒരു ഫുൾനെസ് ഉണ്ട്. താങ്ക് യു ലോർഡ്. വായിച്ചോ. നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. നിറയേണ്ടത് നിറയും. താങ്ക് യു ലോർഡ്. സ്പിൽ ഓവർ. താങ്ക് യു. അതായത് നിനക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഹല്ലേലൂയ. നീ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ടാ ദൈവത്തിൻ്റെ പ്രവൃത്തി. പക്ഷെ ഇത് വരുന്നത് എപ്പോഴാ? ഇത് റിസൾട്ടാ. നമ്മളിത് കണ്ടത് റിസൾട്ടാ. അതിൻ്റെ തുടക്കം എന്തായിരുന്നു? ഹോണർ. ദൈവത്തെ ബഹുമാനിക്കുക. ദൈവത്തെ ഹോണർ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഈ പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്ക് റിസൾട്ട് വേണം. പക്ഷേ ഇതെങ്ങനെ ഈ റിസൾട്ട് വരുന്നത്? അതാണ് ഈ പറഞ്ഞത്, ഹോണർ ഗോഡ്. ഹല്ലേലൂയ. അത് ഹോണർ ചെയ്യാൻ വാട്ട് എവർ ഇറ്റ് ടേക്സ്. എങ്ങനെ ഹോണർ ചെയ്യണമെന്ന് ഓരോരുത്തർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ആലോചിക്കുക. ദൈവം തരുന്നതിൽ എങ്ങനെ ഹോണർ, ഹൗ ഷുഡ് ഐ ഹോണർ ഗോഡ്? അത് ഓരോരുത്തർ തീരുമാനിക്കുക. നമ്മൾ ചില കാര്യങ്ങളിലോട്ട് വീണ്ടും പോവുക. ടൈറ്റ്സ്, ദശാംശം. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് പഠിക്കാണ്ട് നമ്മൾ എങ്ങനെയാ ഈ ബ്ലെസ്സിങ്സിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്? ഓക്കെ, ലേവ്യ പുസ്തകം 27-ാം അധ്യായം 30 തൊട്ട് 33 വരെയുള്ള ഭാഗം. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് 5-1 കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴെ കടന്നു പോകുന്ന എല്ലാറ്റിലും 10-1 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത്. വെച്ചുമാറുകയും അരുത്. വെച്ചുമാറുന്നു എങ്കിൽ അത് വെച്ചുമാറിയതും വിശുദ്ധമായിരിക്കണം. അവയെ വീണ്ടെടുത്തുകൂടാ. അപ്പോൾ ഇവിടെ ദശാംശം എന്ന് പറയുന്നത് 1/10 ആണെന്ന് 32-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. 1/10 ആണ് ഈ ദശാംശം എന്ന് ഉദ്ദേശിക്കുന്നത്. 10-1. 30-ാം വാക്യം ഒന്നും കൂടെ ഒന്ന് വായിക്കാം. നിലത്തിലെ വിത്തിലും വിത്ത് എന്താണ്? വാട്ട് ഇസ് സീഡ്? വിത്ത് അടുത്ത ഹാർവസ്റ്റിന് വേണ്ടിയിട്ടുള്ളതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാ.
ഹല്ലേലൂയ. ഈ വിത്താണ് അടുത്ത കൊയ്ത്തിന് ഇറക്കേണ്ട സാധനം. ഹല്ലേലൂയ. ഈ വിത്തിനെ കാണുമ്പോൾ ഇപ്പം ആപ്പിളിൻ്റെ വിത്താണെങ്കിൽ, അല്ലെ ഓറഞ്ചിൻ്റെ വിത്താണെങ്കിൽ, മാങ്ങയുടെ വിത്താണെങ്കിൽ, ഇതെന്താ? ഇതൊരു മാവും ഒരു മാംഗോ ഫോറസ്റ്റ് ആകാനുള്ള സാധനമാണ് ഇത്. ഹല്ലേലൂയ. ഈ വിത്ത് ചെടിയുടെ അല്ലെങ്കിൽ ഫലങ്ങളുടെ വിത്ത് മാത്രമല്ല. താങ്ക് യു ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തോ. വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇറക്കാൻ എന്താണോ ഉള്ളത് അത് വിത്ത. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഇറ്റ് ക്യാൻ ബി ഫിനാൻസ്, പൈസയാകാം, കൃഷിഫലമാകാം, ഇതെല്ലാം. വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെ. വൃക്ഷത്തിന്റെ ഫലം നേരത്തെ പറഞ്ഞു, വൃക്ഷം നിന്റെയാ, പക്ഷെ ഫലം യഹോവ തന്നെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഓക്കെ, ഇനി നമുക്ക് മലാക്കി പുസ്തകം 3:8 മുതൽ 12 വരെയുള്ള വാക്യം. അപ്പോൾ ഈ ദശാംശം ഒന്നും കൂടെ പറയട്ടെ. ഈ ദശാംശം എന്ന് പറയുന്നത് അതിലും ക്രക്സ് എന്താണെന്നറിയോ? അതിൻ്റെ കാതൽ എന്താ? കണക്കാണോ? അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഈ കണക്കുകളിൽ പെട്ടുകിടക്കുന്നതല്ല. അതിൻ്റെ കാതൽ ഹോണറിങ് ഗോഡാ. താങ്ക് യു ലോർഡ്. നമ്മൾ ആ ദൈവത്തിൻ്റെ സ്ഥാനത്തെ, ദൈവത്തോടുള്ള ഫോക്കസിനെ മാറിയിട്ട് നമ്മൾ കണക്കിലോട്ട് പോയാൽ വി ആർ ലോസ്റ്റ്. തെറ്റിപ്പോയി. താങ്ക് യു ലോർഡ്. ഇൻസ്ട്രക്ഷൻ തരുന്നത് ഇതിലോട്ട് നോക്കാനല്ല, ദൈവത്തെ നോക്കാനാ. ഹല്ലേലൂയ. ദശാംശം. അപ്പോൾ നമ്മൾ കണക്കിലോട്ട് പോയി. താങ്ക് യു. കണക്കിലോട്ട് നോക്കാനല്ല, അത് ഇൻസ്ട്രക്ഷനാ. ഹോണറിങ് ഗോഡാണ് കാതൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വായിക്കാം. മലാക്കി 3:8 മുതൽ 12 വരെയുള്ള. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. ഓക്കെ, ഇത് ദശാംശത്തിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്ന, പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. പക്ഷെ ദശാംശത്തെക്കുറിച്ച് മാത്രമല്ല അവിടെ പറയുന്നത്. ആൻഡ് ഓഫറിങ്, ടൈഡ് ആൻഡ് ഓഫറിങ്. ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറയട്ടെ, നമ്മൾ കണക്കുകളിലോട്ടല്ല നമ്മുടെ ഫോക്കസ് പോകേണ്ടത്. തുടർന്ന് വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവും. തന്നവൻ അവൻ്റെ ഹൃദയത്തിലോട്ടാണ് ഫോക്കസ് പോകേണ്ടത്. താങ്ക് യു ലോർഡ്. ഈ ദശാംശത്തിൽ താഴെയുള്ള എമൗണ്ട് കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. കാരണം അവരുടെ ബിസിനസ് അതാ. ഹല്ലേലൂയ. മോർ ദാൻ 90% അവർ മിനിസ്ട്രിക്ക് വേണ്ടി കൊടുക്കുക. ഹല്ലേലൂയ. 10% പോലും അവർക്ക് വേണ്ട, അവർക്ക് ജീവിക്കാൻ. ഹല്ലേലൂയ. അപ്പം കണക്ക് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ, കണക്ക് നോക്കി ചെയ്യാനാണെങ്കിൽ അവർ ഈ 90% അവർ 10% കർത്താവിന് വേണ്ടി കൃത്യമായിട്ട് കൊടുത്താനെ. താങ്ക് യു ലോർഡ്. അങ്ങനെ കൃത്യമായിട്ട് കൊടുക്കാൻ നോക്കിയാൽ ശാപം ഉണ്ട് അതിൻ്റെ കൂടെ. ഹല്ലേലൂയ. നീ ദൈവത്തോട് കണക്ക് പറയുന്നോ? താങ്ക് യു ലോർഡ്. യോബ് ചെയ്തതുപോലെ. താങ്ക് യു. നോ. ഫോക്കസ് ദൈവമായിരിക്കട്ടെ. തരുന്നവൻ ഫോക്കസ് ആയിരിക്കട്ടെ. ഇൻസ്ട്രക്ഷൻ്റെ വിലയുണ്ട്, പക്ഷെ ഇതിൽ കുരുങ്ങിപ്പോകരുത്. താങ്ക് യു ലോർഡ്. നമുക്ക് അതിൻ്റെ വിശാലതയിലോട്ട് വരാം. പറഞ്ഞു വരുമ്പോഴേക്കും മനസ്സിലാവും. വായിച്ചോ 9-ാം വാക്യം. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അപ്പം ദൈവം പറയുക, ഞാൻ നിങ്ങളെ ശപിക്കും എന്നല്ല ഇൻസ്ട്രക്ഷൻ പറയുന്നത്. അവിടെ നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു എന്നാ. താങ്ക് യു ലോർഡ്. കർത്താവ് പിടിച്ച് വിളിച്ച് ശപിക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു ലോർഡ്. ഈ വഴിയിൽ ശാപമുണ്ട്. ഹല്ലേലൂയ. 9-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. ഓക്കെ, തുടർന്ന് വായിച്ചു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേൻ. ഓക്കെ, നിൽക്കട്ടെ. ഇത് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യമാണ്. ഈ ദശാംശം എന്ന് പറയുന്നതും ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യമാണ്. അന്നത്തെ ആ പാറ്റേൺ എന്താ?
ദൈവാലയമുണ്ട്, ദൈവാലയത്തിൻ്റെ നടത്തിപ്പുണ്ട്, എക്സ്പെൻസ് ഉണ്ട്, അനേക കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല. സന്ദർഭം അതാ, സാഹചര്യം അതാ. ഈ ഇൻസ്ട്രക്ഷൻ, ദശാംശം കൊടുക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷനൊക്കെ ആൾക്കാർ മറന്ന് ആ സമയത്താ ദൈവം കാണുക. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രഞ്ച് നടക്കുന്നില്ല. താങ്ക് യു ലോർഡ്. അതാ ഈ സാഹചര്യം. അപ്പോൾ അവിടെ പറയുന്നത് 10-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന്. ദൈവത്തിൻ്റെ ആലയത്തിൽ ആഹാരമില്ല, ജനങ്ങൾ ജീവിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലയത്തിൽ ആഹാരമില്ല. ഹല്ലേലൂയ. ദൈവം നോക്കുക. ഇവർ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നാനെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രിയരെ, നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ്. താങ്ക് യു ലോർഡ്. മിനിസ്ട്രിക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ താങ്ക് യു ലോർഡ്, യു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ദൈവത്തിൻ്റെ ആ ഒരു പാർട്ട് നമ്മളാകണം. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആലോചന പ്രകാരം നമുക്കതിൽ ഇൻവോൾവ് ആകണം. ഇല്ലെങ്കിൽ ദൈവം തിരിച്ചാണ് അതിനെ കാണുന്നത്. നീ നിൻ്റെ വഴി, ഞാൻ എൻ്റെ വഴി. അങ്ങനെയാണെങ്കിൽ അടുത്തത് ശാപോ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അത് തന്നെ തുടർന്ന് വായിക്കും. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിരുവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ലോർഡ്. ദൈവം ഇവരോട്, യഹോവ ഇവരോട് പറയുമ്പോൾ നിങ്ങൾ പട്ടിണി കിടക്കണം, ദൈവത്തിൻ്റെ ആലയത്തിൽ ഇത് കൊണ്ടുവരണം. അങ്ങനെയാണോ പറയുന്നത്? ഇല്ല, നോ. നിങ്ങളെ അനുഗ്രഹിക്കണം. ദൈവത്തിന് നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ പ്രിയരെ? താങ്ക് യു ലോർഡ്. നമ്മളെ സൃഷ്ടിച്ചവനാ, ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവനാ, അവൻ എല്ലാ സർവസമ്പത്തിൻ്റെ ഉടയവനാ. ദൈവത്തിന് ഇനി എന്താ കൊടുക്കാൻ പറ്റുന്നത്? താങ്ക് യു ലോർഡ്. ദൈവത്തിന് എന്താ വേണ്ടത്? ദൈവത്തിന് നമ്മുടെ കയ്യിലുള്ളത് കിട്ടിയിട്ട് വേണോ? ഹല്ലേലൂയ. ഇറ്റ്സ് അബൌട്ട് ഹോണറിങ് ഗോഡ്. ദൈവത്തെ ഉയർത്തുന്നതിനെക്കുറിച്ച്, ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതിനെക്കുറിച്ച്. ഇറ്റ്സ് അബൌട്ട് ഹോണറിങ് ഗോഡ്. താങ്ക് യു ലോർഡ്. ചെറിയ കാര്യമാണേലും നീ അതിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാ കാര്യം. താങ്ക് യു ലോർഡ്. ഇനി ഫ്രൂട്ട് കാണുമ്പോൾ, വീട്ടിൽ ഫലം കാണുമ്പോൾ, ഗാർഡൻ ആണെന്നുണ്ടെങ്കിൽ പൂ കാണുമ്പോൾ ദൈവം തന്നതാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. അപ്പോൾ ആ വാക്യം ഒന്നും കൂടെ വായിക്കാം നമുക്ക്. 10-ാം വാക്യം. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന്. ദൈവത്തിൻ്റെ രീതി എന്താണെന്നറിയോ? ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൽ കിളിവാതിലുകൾ കണ്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. അത് നമുക്ക് വേണ്ടി തുറക്കാൻ ദൈവം വെച്ചിരിക്കുന്നതാ. ഹല്ലേലൂയ. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന്. താങ്ക് യു ലോർഡ്. അതായത് ദൈവം പറയുക, മറഞ്ഞിരിക്കുന്ന റിസോഴ്സ് ഉണ്ട്, നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് അടച്ചു വച്ചിരിക്കുക. നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ ദൈവസന്നിധിയിലുള്ള പിച്ച വെച്ചുള്ള ഓരോ സ്റ്റെപ്പുകളും, താങ്ക് യു ലോർഡ്, ദൈവം വെച്ചിരിക്കുന്നത് ആകാശത്തിൻ്റെ കിളിവാതിലുകളെയാ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം. താങ്ക് യു ലോർഡ്. ദൈവത്തിന് കണക്കുണ്ട്. നിന്റെ സ്ഥലം അളന്നു വെച്ചിരിക്കുക ദൈവം. നിന്റെ സ്ഥലത്ത് കണ്ടെയ്ൻ ചെയ്യത്തില്ല, തികയത്തില്ല. ദൈവത്തിൻ്റെ കണക്ക് അങ്ങനെയാ. താങ്ക് യു ലോർഡ്. പകരം നമ്മളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താ? ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം.
എല്ലാ ചെറുതും വലുതും എല്ലാ കാര്യത്തിലും ദൈവം ചെയ്തത്, അവൻ എനിക്ക് വേണ്ടി ചെയ്തത് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ വരണം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ മേൽ അനുഗ്രഹം ഇട്ടുതരയല്ല, അനുഗ്രഹം പകരുകയാ. ഹല്ലേലൂയ. പ്രിയരെ, ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ മനസ്സിലാക്കണം. താങ്ക് യു ലോർഡ്. അവൻ പിശുക്കി തരുന്ന ദൈവമല്ല. താങ്ക് യു ലോർഡ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ദൈവത്തോടുള്ള അപ്രോച്ച് ശരിയാണെങ്കിൽ, താങ്ക് യു ലോർഡ്, അവൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വച്ചിരിക്കുക. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന്, ആ കിളിവാതിൽ തുറന്നാൽ മതി. അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ടത് അവൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആകാശത്ത് ഭണ്ഡാരങ്ങളെ കൂട്ടും എന്നല്ല പറഞ്ഞത്, അത് കൂട്ടി വെച്ചിരിക്കുക. ഇനി അത് ഡോറ് തുറന്നാൽ മതി. ഹല്ലേലൂയ. ആ ഡോറ് തുറക്കുന്ന പ്രവൃത്തി എന്താണെന്നറിയോ? ഇവിടെ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. നമ്മളിവിടെ ചെയ്യും, അവിടെ കർത്താവ് തുറക്കും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രിയരെ, നമ്മൾ പഠിക്കുന്നത് കിങ്ഡം പ്രിൻസിപ്പിളാണ്. താങ്ക് യു. നമ്മൾ തിരിച്ചറിയണം എങ്ങനെ, എവിടെയാ തടസ്സം വരുന്നത്, എവിടെയാ എൻ്റെ ജീവിതത്തിൽ ഞാൻ ശരിയാകാനുള്ളത്. താങ്ക് യു ലോർഡ്. ദൈവത്തിനല്ല ശരിയാകാനുള്ളത്, ദൈവം ചെയ്യാനുള്ളത് ചെയ്തു വച്ചിരിക്കുകയാണ്. നമ്മുടെ ഭാഗം, നമ്മളിവിടെ ഒരു ചെറിയ പ്രവൃത്തി ചെയ്താൽ മതി, വലിയ കാര്യങ്ങൾ റെഡിയാ. താങ്ക് യു ലോർഡ്. വായിക്കാം. എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് അവിടെ പറയുന്നത്, യഹോവയ്ക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നെ പരീക്ഷിക്കാനാണ് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ പരീക്ഷിക്കണം. ഹല്ലേലൂയ. അത്രയും തൻ്റെ ഇടമെങ്കിലും കാണിക്കണം. ദൈവം നമ്മൾ വെല്ലുവിളിക്കുക. ഹല്ലേലൂയ. വെല്ലുവിളി ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ഈ കാര്യത്തിൽ പരീക്ഷിക്കണം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇത് കർത്താവ് പറയുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യുന്ന കാര്യമല്ല, അത് പരീക്ഷിക്കാൻ പറയത്തില്ല. താങ്ക് യു ലോർഡ്. നീ ഇവിടെ ചെയ്ത ഇവിടെ കിട്ടും എന്നുള്ളതാ. താങ്ക് യു ലോർഡ്. അതുകൊണ്ടാണ് ദൈവം പരീക്ഷിക്കാൻ പറയുന്നത്. കാരണം റിസൾട്ട് നിന്റെ മുമ്പിലാ. താങ്ക് യു ലോർഡ്. റിസൾട്ട് പിന്നീട് കിട്ടിക്കോളും നല്ല. താങ്ക് യു ലോർഡ്. മുമ്പിലാ. താങ്ക് യു ലോർഡ്. അവിടെ പറയുന്നത്, അതിൻ്റെ ലാസ്റ്റ് പറയുന്നത്, ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ യഹോവ. താങ്ക് യു ലോർഡ്. അവിടെ പറയുന്നത് നിന്നെ സ്നേഹിക്കുന്ന ദൈവം എന്നല്ല പറയുന്നത്, ലോർഡ് ഓഫ് ഹോസ്റ്റ് എന്നാ പറയുന്നത്. അതായത് ദൈവം പറയുന്നത്, എൻ്റെ മുമ്പിൽ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ദൈവമാ ഞാൻ. ഹല്ലേലൂയ. അതാണ് ലോർഡ് ഓഫ് ഹോസ്റ്റ്. ഒരു സാധനത്തിനും തടയിടാൻ പറ്റത്തില്ല. ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ ദൈവമാ സംസാരിക്കുന്നത്. താങ്ക് യു ലോർഡ്. നീ കണ്ടീഷൻ മീറ്റ് ചെയ്താ നിനക്കെതിരെ, അനുഗ്രഹത്തിനെതിരെ ആര് വരും? സൈന്യങ്ങളുടെ ദൈവമാ സംസാരിക്കുന്നത്. താങ്ക് യു ലോർഡ്. വായിച്ചോ. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ വെട്ടുകിളിയെ ശാസിക്കും. ഹല്ലേലൂയ. നീ ഇവിടെ ഒരു പ്രവൃത്തി ചെയ്യുക. താങ്ക് യു ലോർഡ്. സൈന്യങ്ങളുടെ യഹോവ എഴുന്നേറ്റ് നിൽക്കുക. താങ്ക് യു ലോർഡ്. എന്ത് സാധനത്തിന് തടയിടാൻ പറ്റുന്ന വലിയ സൈന്യമല്ല, ചിലപ്പോൾ വെട്ടുകളിയായിരിക്കും നമ്മുടെ പ്രശ്നക്കാരൻ. താങ്ക് യു ലോർഡ്. നമ്മൾ കഷ്ടപ്പെട്ട് മരുന്നടിച്ച് എന്ത് ചെയ്തിട്ടും തലവേദന മാറുന്നില്ല. സൈന്യങ്ങളുടെ യഹോവ പറയുക, ഞാൻ ശാസിക്കും.
ഹല്ലേലൂയ. ഞാൻ വാക്യം വായിച്ചു, ഒന്നും കൂടെ വായിച്ചു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, ആ. അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിന്റെ നിലത്തിന്റെ അനുഭവം. ഹല്ലേലൂയ. ഈ നശിച്ചു പോകുന്ന എപ്പോഴാണെന്നറിയോ? ഇത് വളർന്ന് വന്ന് ഇപ്പം കിട്ടിയെന്ന് വിചാരിക്കുമ്പോൾ ഇത് നശിച്ചു പോകുന്നത്. ഇപ്പം എല്ലാം ശരിയായി, കൈത്തുമ്പിലിരിക്കുക, അങ്ങനെ വിചാരിക്കുന്നിടത്തുനിന്നാണ് ഇത് നശിപ്പിക്കുന്നത്. ദൈവം പറയാ, ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്, സൈന്യങ്ങളുടെ ദൈവം നിനക്ക് വേണ്ടി എഴുതേക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിന്റെ ഫ്രൂട്ട്, നിന്റെ ജീവിതത്തിൽ കിട്ടേണ്ട ഫ്രൂട്ട്, താങ്ക് യു ലോർഡ്, അത് തൊടാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. താങ്ക് യു. ഇതിൻ്റെ അടിസ്ഥാനം എന്താ? ഹോണറിങ് ഗോഡ് വിത്ത് എവറിത്തിങ് യു ഹാവ്. നിനക്കുള്ളതെല്ലാം ഉപയോഗിച്ച് ദൈവത്തെ എങ്ങനെ ഹോണർ ചെയ്യുക. താങ്ക് യു ലോർഡ്. 12 വാക്യം കൂടെ. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇതും സംസാരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയാ. ഹല്ലേലൂയ. ഇവിടെ ഒരു വെല്ലുവിളിയാ ദൈവം തന്നിരിക്കുന്നത്. താങ്ക് യു ലോർഡ്. വെല്ലുവിളിച്ചിട്ട് ദൈവത്തിന് കൈകെട്ടി നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അവൻ വെല്ലുവിളിച്ചിട്ട് ബാക്കി അവൻ്റെ കൺട്രോളിൽ വെച്ചിരിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്ന നീ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും, നീ അനുഗ്രഹിക്കപ്പെട്ടവളായിരിക്കും. അത് സംസാരിക്കുന്നതാരാ? ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമാണ് സംസാരിക്കുന്നത്. താങ്ക് യു ലോർഡ്. ഇനി അടുത്തൊരു പ്രിൻസിപ്പിളിലോട്ട് നമുക്ക് കിടക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. Give and it shall be given unto you. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഹല്ലേലൂയ. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് കിട്ടും. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പിന്നെ കൊടുക്കുന്നത് എന്തിനാ? കയ്യിലുള്ളത് വെച്ചോണ്ടിരുന്നാൽ പോരെ. താങ്ക് യു ലോർഡ്. പക്ഷേ അത് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത് വിഷയമാണ്. ആരുടെ നാമത്തിൽ, ആരെ പ്രതി കൊടുക്കുന്നു എന്നുള്ളത് വിഷയമാണ്. താങ്ക് യു ലോർഡ്. ദൈവത്തിനാണ് നീ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, മനുഷ്യനല്ല. കൊടുക്കുന്നത് ചിലപ്പോൾ മനുഷ്യരായിരിക്കും, പക്ഷേ ദൈവനാമത്തിലാണെങ്കിൽ, ദൈവത്തിനാണ് നീ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, താങ്ക് യു ലോർഡ്, അവിടെ ഒരു അളവിന് വ്യത്യാസമുണ്ട്, ഒരു മെഷർമെൻറ്റിന് വ്യത്യാസമുണ്ട്. ഒന്നും കൂടെ വായിക്കാം. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ്. ഹല്ലേലൂയ. അമർത്തി കുലുക്കി കവിയുന്ന അളവ്. അമർത്തി കുലുക്കുന്ന എന്തിനാ? ദൈവത്തിൻ്റെ കണക്കുകളാ പ്രിയരെ. നമ്മൾ കൊടുത്തു, നമ്മൾ ചിലപ്പോൾ സാക്രിഫിഷ്യലായിട്ടായിരിക്കും കൊടുത്തത്. ഇത് വെച്ച് വേറെയും കാര്യങ്ങളുണ്ട്, പക്ഷെ കർത്താവിന് കൊടുക്കുക. ദൈവം തരുമ്പോൾ എങ്ങനെയാണെന്നറിയോ? വെസൽ, നമ്മുടെ പാത്രത്തിൽ അമർത്തി. ഹല്ലേലൂയ. ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. ഗ്യാപ്പ് നിറയ്ക്കണം. അമർത്തി കുലുക്കി എന്നിട്ട് കവിയുന്ന അളവിൽ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ ഹൃദയം തിരിച്ചറിയണം പ്രിയരെ. താങ്ക് യു ലോർഡ്. അവൻ തരാൻ ഉദ്ദേശിക്കുന്നത് തരുന്നതിനൊരു അവൻ്റെ മഹത്വമുണ്ട്. അമർത്തി കുലുക്കി കവിയുന്ന അളവിൽ നിനക്ക് കിട്ടും എന്നല്ല പറഞ്ഞത്. അവിടെ എന്താ പറഞ്ഞതെന്നറിയോ? കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിന്റെ മടിയിൽ തരും. ഹല്ലേലൂയ. നീ തപ്പി നടക്കത്തില്ല, നീ അന്വേഷിച്ച് നടക്കത്തില്ല. നീ ഇരിക്കുന്നിടത്ത് നിന്റെ മടിയിൽ തരും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആ കർത്താവിൻ്റെ ഹൃദയം ഒന്ന് തിരിച്ചറിയണം. താങ്ക് യു ലോർഡ്. നീ അവനെ ഹോണർ ചെയ്യുവാൻ തീരുമാനിച്ചാൽ, ഇഫ് യു ഡിസൈഡ് ടു ഹോണർ ഹിം, അവൻ്റെ നാമത്തിന് വേണ്ടി എന്തു ചെയ്യണം നീ ചിന്തിച്ച് അതനുസരിച്ച് നീ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ
ദൈവത്തിൻ്റെ തിരിച്ചുള്ള സ്റ്റെപ്പ് ഇതാ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. റൈറ്റ്, ഇനി വേറൊരു പ്രിൻസിപ്പിളുണ്ട്, ഇതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് ഗിവിങ് പ്രിൻസിപ്പിളിൻ്റെ അകത്ത് പെട്ടത് സോയിങ് ആൻഡ് റീപ്പിംഗ്, വിതയ്ക്കുന്നതും കൊയ്യുന്ന പ്രിൻസിപ്പിൾ. 2 കൊറിന്തി 9:6-12 വരെയുള്ള വാക്യം. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുവിൻ. ഓക്കെ, ഈ ലോഭമായി വിതയ്ക്കുന്നവനും ധാരാളമായി വിതയ്ക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്താ? രണ്ടുപേര് കൊയ്യാൻ പോവുക. ഒരാൾ ലോഭമായി കൊയ്യും, ഒരാൾ വിതയ്ക്കും, ധാരാളമായി വിതയ്ക്കും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താ? കണ്ടാൽ തിരിച്ചറിയോ? മോൻ കണ്ടാൽ തിരിച്ചറിയത്തില്ല. ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസമാണ്, ചിന്താഗതി, മനസ്സിൻ്റെ വ്യത്യാസമാണ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കർത്താവ് നമ്മുടെ മനസ്സിനെ നോക്കുന്നുണ്ട്. താങ്ക് യു ലോർഡ്. നമ്മുടെ മനസ്സ് ശരിയല്ലാണ്ട് കർത്താവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും പ്രാപിക്കുമെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. തുടർന്ന് വായിക്കാം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. ഓക്കെ, ഇവിടെ ഒരു അളവുണ്ട്. ആരെങ്കിലും നിന്റെ കൊങ്ങക്ക് പിടിച്ച് നിന്നെ കൊണ്ട് കൊടുപ്പിക്കുന്നതല്ല. നോ, അങ്ങനെയല്ല. അങ്ങനെ കൊടുത്താൽ അതിന് അനുഗ്രഹം ഇല്ല പ്രിയരെ. താങ്ക് യു ലോർഡ്. മനസ്സിലുള്ള ദൈവം നമ്മുടെ മനസ്സിനെ നോക്കുന്നുണ്ട്. ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അപ്പൊ ഹൃദയത്തിലെ ഒരു നിശ്ചയം ദൈവം നോക്കുന്നുണ്ട്. താങ്ക് യു ലോർഡ്. എല്ലാവരും കൊടുക്കുന്ന അളവ്, ആ അളവ് കോല് നിന്റെ മനസ്സിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വായിച്ചോ. സങ്കടത്തോടെ അരുത്. സങ്കടത്തോടെ വേണ്ട. നീ ദൈവത്തിന് കൊടുത്തിട്ട് അയ്യോ ഞാൻ കർത്താവിന് വേണ്ട, നീ അനുഗ്രഹം വാങ്ങിക്കില്ല, നീ ശാപം വാങ്ങിക്കും. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രിയരെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ നിൻ്റെ മനസ്സിൽ ഇത് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ മനസ്സിലോട്ട് പരിശുദ്ധാത്മാവ് ഇട്ട് തരുന്നതാ. ഹല്ലേലൂയ. നമ്മുടെ ബുദ്ധി വെച്ച് ആലോചിച്ച് കൺട്രോൾ ചെയ്യുന്ന കാര്യമല്ല ഇത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നിന്റെ ഹൃദയമാണ് ദൈവം നോക്കുന്നത്. നീ എന്ത് കൊടുത്തു എന്നുള്ളതിന് ഉപരിയായിട്ട്. താങ്ക് യു ലോർഡ്. വായിക്കാം. നിർബന്ധത്താലും അരുത്. ഡോണ്ട് ഗിവ്. ആരെങ്കിലും പറയണത് കേട്ട് ചെയ്യരുത്. താങ്ക് യു ലോർഡ്. നീ കരഞ്ഞ് ദൈവത്തിന് കൊടുക്കരുത്. താങ്ക് യു ലോർഡ്. കർത്താവിന് അത് വേണ്ട. കർത്താവ് നമ്മുടെ ഹൃദയത്തിലോട്ട് തരും എന്താ ചെയ്യേണ്ടതെന്ന്. അതാണ് അളവുകോല്. താങ്ക് യു ലോർഡ്. ആസ് മെനി ആസ് ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെ, അതാ ദൈവത്തിൻ്റെ മക്കൾ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതിനൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് മനുഷ്യനല്ല, നിന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. വായിച്ചോ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ ഈ കൊടുക്കുന്നതിൻ്റെ നമ്മുടെ മനസ്സ് നേരെയാക്കുന്ന കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ഇവിടെ വേറെ ചില കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ 10-ാം വാക്യം വായിക്കാം. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ. ഓക്കെ, അപ്പോൾ വിതയ്ക്കുന്നവന് ദൈവം എന്തു കൊടുക്കും? വിത്ത് കൊടുക്കും. വിതയ്ക്കേണ്ടാത്തവനോ? ഞാൻ അല്ലേലും വിതയ്ക്കാൻ പോകുന്നില്ല, അങ്ങനെയുള്ളവനോ വിത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഒരു മിനിസ്ട്രിയിലോട്ട് കൊടുക്കാൻ ഞാൻ എന്തായാലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന ആറ്റിറ്റ്യൂഡിൽ ഞാൻ ഇരിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിലോട്ട് ദൈവം തരത്തില്ല. ഹല്ലേലൂയ. ദൈവം തരത്തില്ലെന്ന് മാത്രമല്ല, അതുമായിട്ട് അനുബന്ധിച്ച് കിടക്കുന്ന അനുഗ്രഹം ഒന്നും എനിക്ക് കിട്ടത്തുമില്ല. ഹല്ലേലൂയ. ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ദൈവം വിത്ത് തരും. താങ്ക് യു ലോർഡ്. ആ വിത്ത് എന്തിനാ?
കുറച്ച് വിത്ത് കിട്ടി, ഞാൻ തിന്നേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതവിടെ തീർന്നു. ആ വിത്ത് വിതയ്ക്കാൻ തരുന്ന വിത്താ. ഹല്ലേലൂയ. തിന്നാൻ തരുന്ന വിത്ത് ഏതാ, വിതയ്ക്കാൻ തരുന്ന വിത്ത് ഏതാ, തിരിച്ചറിയണം പ്രിയരെ. താങ്ക് യു ലോർഡ്. അനുഗ്രഹത്തിൻ്റെ ബാലപാഠങ്ങളാ. അത് വായിക്കാം. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, ഇവിടെ നീതിയുടെ വിളവ്, യുവർ റൈച്ചസ് ഫ്രൂട്ട് ഓഫ് യുവർ റൈച്ചസ്നെസ്. ഇത് വിതയ്ക്കാൻ വേണ്ടിയിട്ട് വല്ലവൻ്റെയും കയ്യിലിരിക്കുന്നതല്ല. ഹല്ലേലൂയ. നീ നീതി കാണിക്കണം. താങ്ക് യു ലോർഡ്. എന്നാൽ അവൻ്റെ അടുത്ത് കുറച്ചുണ്ട്, ഇത്തിരി മാന്തിയിട്ട് ഞാൻ വിതച്ചേക്കാന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. നീ നേരോടെ നിൽക്ക്. നിൻ്റെ ഹൃദയം, നിൻ്റെ മനസ്സ്, ദൈവമായിട്ടുള്ള ബന്ധം, അതെല്ലാം ഇമ്പോർട്ടൻ്റാ. താങ്ക് യു ലോർഡ്. അതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് നിനക്ക് അനുഗ്രഹമായി തീരുന്നത്. താങ്ക് യു ലോർഡ്. യുവർ റൈച്ചസ്നെസ്, നീതിയോടെയുള്ള നിൻ്റെ നിപ്പ്. താങ്ക് യു ലോർഡ്. 10ാം വാക്യത്തിൽ, നൗ may he who supply the seed to the sower and bread for food supply and multiply the seed you have sown. Supply and multiply. സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളാ സപ്ലൈയിൽ വരുന്നത്. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമില്ല എന്നാലും തരുക. ഹല്ലേലൂയ. രണ്ടിനും പേർപ്പസ് ഉണ്ട്. താങ്ക് യു ലോർഡ്. നിന്റെ ആവശ്യങ്ങളെ അവൻ മീറ്റ് ചെയ്യുന്നതാ. എന്നാൽ നിന്റെ ആവശ്യങ്ങളുടെ മേൽ അതിൻ മൾട്ടിപ്ലൈ ചെയ്യുവാൻ ദൈവം തരുന്നതിൽ നിനക്ക് കൊടുക്കുവാനുള്ള വിത്തുണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തരുന്നത് കൊടുക്കുവാനുള്ളതല്ല. താങ്ക് യു ലോർഡ്. കൊടുക്കുവാൻ വേണ്ടി തരുന്നത് നീ എടുത്ത് ഉപയോഗിക്കരുത്. ഹല്ലേലൂയ. അതെങ്ങനെ അറിയാം? ദൈവത്തോട് ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അതിനൊരു നിയമമല്ല, അത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് ഓരോരുത്തരോടും സംസാരിക്കേണ്ടതാ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വായിക്കാം. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. ഓക്കെ. ഓൾ ലിബർട്ടി, അതായത് 11ാം വാക്യത്തിൽ പറഞ്ഞു, വൈൽ യു ആർ എൻറിച്ച്ഡ് in everything for all liberty which causes thanksgiving through us to God. സമ്പന്നത, സമൃദ്ധി, enriched, ജസ്റ്റ് ജീവിക്കാൻ ആവശ്യമായിരിക്കുന്നത് എന്നല്ല. താങ്ക് യു ലോർഡ്. ഒരു പുഷ്ടിയുണ്ട് അതിൻ്റെ അകത്ത്. enriched. പിന്നെ റിച്ച്നെസ്സിൻ്റെ മുകളിൽ വരുന്ന സാധനമാണ് എൻറിച്ച് ചെയ്യുന്നത്. ഇനി ഇൻ ലിബർട്ടി എന്നല്ല, എവറിത്തിങ് ഫോർ ഓൾ ലിബർട്ടി എന്നാ. അതായത് കർത്താവ് നിന്നെ ചോക്ക് ചെയ്ത് കഷ്ടത്തിലും അരിഷ്ടത്തിലും കുറവുകളിലും ഇങ്ങനെ നിർത്തുന്ന കാര്യമല്ല പറയുന്നത്. ഓൾ ലിബർട്ടി, എല്ലാ മേഖലയിലും, എല്ലാ ഡയറക്ഷനിലും. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ ഹൃദയം നമ്മൾ തിരിച്ചറിയണം പ്രിയരെ. ദിസ് ഈസ് എ വിൽ ഓഫ് ഗോഡ്. എൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമായി സംസാരിക്കുന്നത്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. നമ്മൾ കുറവുകളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ, അല്ലെങ്കിൽ വിശാലതയിലോട്ട് കടക്കുന്നതാണോ ദൈവത്തിൻ്റെ ഹിതം? താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അത് തിരിച്ചറിയണം. 11ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. ഇങ്ങനെ ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. 12ാം വാക്യം. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവുമാകുന്നു. ഓക്കെ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ച ഭാഗം ഹോണറിങ് ഗോഡ്. ദൈവത്തെ എങ്ങനെ ഹോണർ ചെയ്യാം.